ഇത് കണ്ടാൽ നിങ്ങൾക്ക് 2000 വരെ ലാഭിക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ പേപ്പേഴ്സും എടുത്തോളാം. ഈവൻ ക്വസ്റ്റ്യൻ പേപ്പർ പോലും വെറുതെ ഇടണ്ട. എന്നിട്ട് എല്ലാ പേപ്പറും ഇങ്ങനെ ഒന്ന് ചുരുട്ടിയെടുക്കുക. ഏകദേശം 20 പേപ്പറോളം വേണം. പിന്നെ ഈ പേപ്പർ വെച്ച് 2000 എങ്ങനെ ലാഭിക്കാം എന്ന് വിചാരിക്കുന്നവർക്ക് നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ഉണ്ടാക്കാൻ പോകുന്ന സാധനമില്ലേ, അത് ഞാൻ മാർക്കറ്റിൽ തിരക്കിയപ്പോഴത്തേക്ക് ഏകദേശം അവർ 2000, 1000, 1500 പറഞ്ഞത്. എല്ലാവർക്കും ഇപ്പം മനസ്സിലായി കാണുമല്ലോ. ഞാൻ ഈ ചെയ്യുന്ന മെത്തേഡെല്ലാം എല്ലാവർക്കും മനസ്സിലാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത്. വേറൊന്നും വിചാരിക്കേണ്ട. അഥവാ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. അല്ലെങ്കിലും ഇത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, കണ്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മളൊരു ഗീവ് അവേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം തുടങ്ങിയത് ജൂലൈ 6-നാണെങ്കിലും ഇതുവരെ ഒരൊറ്റ മനുഷ്യനും കൂടി തിരിഞ്ഞു നോക്കിയിട്ട്. കാരണം എന്താണെന്ന് എനിക്കറിയില്ല. നമ്മളൊരു 1K സബ്സ്ക്രൈബേഴ്സിൻ്റെ ഗീവ് അവേ ആയിരുന്നു വെച്ചിരുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ടാഗ് ചെയ്ത് കൊടുത്തേക്ക്. നിങ്ങൾ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. പിന്നെ ഞാൻ ഈ ചെയ്യുന്ന പ്രോസസ്സ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇതിന് പ്രത്യേകിച്ച് ഈ CD തന്നെ വേണമെന്നില്ല, കാർഡ്ബോർഡ് ആയാലും മതി. പിന്നെ കാർഡ്ബോർഡ് വട്ടത്തിൽ വെട്ടാനുള്ള മടി കാരണമാണ് CD എടുത്തത്. അതാകുമ്പം ഒന്നും ചെയ്യാനില്ലല്ലോ. ഇനി അങ്ങോട്ട് എന്താ, നമ്മൾ വരച്ച ലൈനില്ലേ, അതിനകത്തൂടി പശ തേച്ചിട്ട് ആ പേപ്പർ ട്യൂബ്സ് എല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനകത്തൊരു 10 ട്യൂബ്സ് സെയിം അളവിൽ വെട്ടി ചെറുതാക്കിയിരുന്നു. അതെന്തിനാന്ന് വെച്ചാൽ വലുത് ചെറുത് വലുത് ചെറുത് വലുത് ചെറുത് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലല്ലേ? ഒട്ടിച്ചു കാണിക്കാം. നമ്മൾ ഉദ്ദേശിച്ചത് ഇത് ഇങ്ങനെയാണ്. ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞതിൽ കുറച്ച് തിരുത്തുണ്ട് കേട്ടോ. ടോട്ടലി 20 ട്യൂബ്സ് അല്ല, 16 ട്യൂബ്സേ ഉള്ളൂ. അതിനകത്തുനിന്ന് വെറും 8 വെട്ടി ചെറുതാക്കിയുള്ളൂ. ബാക്കിയെല്ലാം അതുപോലെ ഉണ്ട്. പിന്നെ ഈ വട്ടം എന്തിനാ പെയിന്റ് അടിച്ചെടുക്കുന്നതെന്ന് അറിയോ? ഇപ്പം മനസ്സിലായില്ലേ? ആ 16 ട്യൂബ്സിൽ ഒട്ടിച്ചു കൊടുക്കാനായിട്ടാണ്. അങ്ങനെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ ഇട്ട്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, നല്ല രസമുണ്ട് കാണാൻ. ഇനി ആരല്ലെന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കൂല. എനിക്കിത് അത്രയും ബോധിച്ചിരിക്കണം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ.